പ്രിയപ്പെട്ട ബ്രേക്കിംഗ് ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത കൂടി വന്നിരിക്കുന്നു. നമുക്ക് എന്താണെന്ന് നോക്കാം. ബ്രേക്കിംഗ് വാർത്ത, ബ്രേക്കിംഗ് സൈറൺ നമ്മുടെ വാർത്താമണി അടിച്ചിരിക്കുന്നു. നമുക്കൊപ്പം ഇപ്പോൾ കാണുന്നത് AK ശശീന്ദ്രനാണ്. രാജിവെച്ചു. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. AK ശശീന്ദ്രന്റെ പ്രതികരണമാണെന്ന് തോന്നുന്നു ഈ ഘട്ടത്തിൽ വരുന്നത്. പ്രതികരണമൊന്നുമല്ല, ഞാൻ എന്നെ അനുവദിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് രാജിയെന്നാക്കി ഞാൻ സംസ്ഥാന പ്രസിഡന്റിനോട് പറഞ്ഞു എനിക്കിങ്ങനെ കുറച്ച് ഇതുണ്ട്, പിന്നെ ഒരു ഗ്രേസ്ഫുള്ളായി ഇത് അവസാനിപ്പിക്കാമെന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഘട്ടമാണ്. ഈ ഒരു നല്ല ഘട്ടത്തിൽ എന്നെ പാർലമെൻ്ററി പ്രവർത്തനങ്ങളിൽ നിന്നും മാറാൻ അനുവദിച്ചുകൊണ്ട് എൻ്റെ പ്രവർത്തനം ഇനിയുള്ള കാലം സംഘടനാ പ്രവർത്തന മേഖലയിൽ ഉണ്ടാക്കുന്നതിന് എനിക്ക് താല്പര്യമുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വന്നവരോട് ഞാൻ ഇതിലാണ് എനിക്ക് താല്പര്യം, അതിനെന്നെ അനുവദിക്കണമെന്ന ഒരു അപേക്ഷയാണല്ലാതെ അതൊരു ഭീഷണിയോ അന്ത്യശാസനമോ ഒന്നുമല്ല. എനിക്ക് എങ്ങനെ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യം പാർട്ടി പരിഗണിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടുള്ളത്. പക്ഷേ അത് പാർട്ടി ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിലവിൽ MLA ഒരു കാലാവധി പൂർത്തിയാക്കുമ്പോൾ അതിന് മുൻപ് സംഘടനാ രംഗത്തേക്ക് പോയി കഴിഞ്ഞാൽ MLA സ്ഥാനം രാജിവെച്ച് തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ എന്തെങ്കിലും തീരുമാനം? അല്ല, പാർലമെൻ്ററി രംഗത്ത് നിന്നും മാറി നിൽക്കുക, പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് MLA പ്രവർത്തനമല്ലേ എൻ്റെ പാർലമെൻ്ററി പ്രവർത്തനം. MLA പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായുള്ള വളർച്ചയാണല്ലോ മന്ത്രിസ്ഥാനം. അപ്പോൾ അത് ഞാൻ ഇന്ന് പറഞ്ഞതല്ല, വളരെ മാസങ്ങൾക്ക് മുമ്പ് പിന്നെ സംസ്ഥാന പ്രസിഡന്റിനോട് ഇതുപോലൊരു അനൗപചാരിക സംഭാഷണത്തിൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പ്രസിഡന്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ രാജിവെച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എൻ്റെ ആഗ്രഹം ഇതാണ്, എനിക്കിനി കുറച്ചും കൂടി ഒരു ഗ്രേസ്ഫുള്ളായ ഒരു ചുവടുമാറ്റം വേണം. അത്രയേ ഉള്ളൂ. ചുവടുമാറ്റം എന്തായാലും MLA സ്ഥാനം പൂർത്തീകരിക്കുമെന്നുള്ളതാണോ? MLA സ്ഥാനം പൂർത്തിയാക്കിയാൽ പിന്നെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടേ എന്നുള്ളതല്ലേ. അതൊരു മാറ്റമല്ലല്ലോ. ഒരു മാറ്റം ഒരു ഗ്രേസ്ഫുൾ ആകണമെങ്കിൽ അതിന് മുമ്പേ തന്നെ ആ രംഗത്ത് മാറി മറ്റാരെങ്കിലും ഏൽപ്പിക്കുക എന്നുള്ളതാണല്ലോ. അത്രയേ ഉള്ളൂ. അത് ഇന്നത്തെ ഈ ഒരു പ്രശ്നവുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു കാലത്ത് ഞാൻ അദ്ദേഹത്തോട് ഇപ്പോഴും ഞാൻ പറയുന്നത് എന്നെ അനുവദിക്കണം എന്നാണ് ഞാൻ. അല്ലാതെ ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനുള്ള ഒരു വെല്ലുവിളിയായി അതിനെ ആരും എടുക്കരുത്. അങ്ങനെ ഇല്ല. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ഞാനില്ല. മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഒരു വിലപേശൽ അങ്ങനെ ഒരു നയമല്ല. അല്ല, എന്നോടാരും പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് മന്ത്രിസ്ഥാനം നിന്ന് മാറണമെന്ന് ഈ സമയം വരെയും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാനതിനെ പറയുന്നത്, ഞാൻ ഈ ഒരു താല്പര്യം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു എന്ന വസ്തുത നിങ്ങളിൽ നിന്ന് വിളിച്ചു വെക്കുന്നില്ല. അത് രാജി എന്ന ഒരു പ്രതിഷേധ സൂചകമല്ല, പാർട്ടി അറിഞ്ഞുകൊണ്ട് മാറുന്ന ഒരു, ഞാനതിന് പറഞ്ഞല്ലോ, ഒരു ഗ്രേസ്ഫുൾ റിട്ടയർമെൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പാർലമെൻ്ററി പ്രവർത്തനങ്ങളിൽ നിന്നും ഒരു ബഹുമാനത്തോടു കൂടിയുള്ള ഒരു പിന്മാറ്റവും മറ്റൊരു മേഖലയിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരവും നൽകണമെന്ന തികച്ചും സംഘടനാപരവും രാഷ്ട്രീയപരമായ കാരണങ്ങളാലല്ലാതെ പാർട്ടിയുമായുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടോ ഐക്യബോധമില്ലായ്മ കൊണ്ടോ ഒന്നുമല്ല. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട്. ആ സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. തോമസും അതേപോലെ തന്നെ എനിക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യവും ഇതുവരെ ചെയ്തതായി എൻ്റെ ശ്രദ്ധയപ്പെട്ടില്ല. സപ്പോസ് അത്തരമൊരു അനുമതി പാർട്ടി തന്നാൽ സന്തോഷപൂർവ്വം ഞാനത് സ്വീകരിക്കുക. അല്ല, അതിലല്ലേ ആവശ്യപ്പെട്ടത്. പക്ഷേ എങ്ങനെയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരില്ലേ? അല്ല, ഉപതെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ പിന്നെ കേരളത്തിൽ പല ഘട്ടങ്ങളിലായി പല ആവശ്യങ്ങൾക്കായിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞു, അത് കുറച്ചും കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ് എൻ്റെ ഒരു ആഗ്രഹം അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രയാസവും അതിൻ്റെ ഗുണവും ദോഷവും അവരാലോചിച്ചിട്ട് എന്നോട് പറയല്ലോ. അതിനും എനിക്കൊരു ഗൺ പോയിൻ്റ് ഇല്ലല്ലോ. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാസങ്ങൾക്ക് മുമ്പാണ്, ഇപ്പോൾ അല്ല. ഇപ്പോൾ 4 അംഗ സമിതി വന്നപ്പോഴും അക്കാര്യം പറഞ്ഞു. അല്ല, എൻ്റെ ആഗ്രഹം ഇതാണ്. എൻ്റെ ആഗ്രഹം അതാണ്. ആ ആഗ്രഹത്തിന് ഒരു അനുവാദം നൽകാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. എൻ്റെ അഭ്യർത്ഥന അതാണെന്ന് ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിലെ ജനങ്ങൾ കൂടി സമ്മതിക്കണ്ടേ? അല്ല, ഞാനതൊന്നും നിശ്ചയിക്കുന്നത്, അതൊക്കെ പല ഘടകങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണല്ലോ. അല്ലാതെ ഞാൻ അങ്ങോട്ടൊരു അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ അപ്പം തന്നെ പാർട്ടി പിന്നെ സാങ്ഷൻ്റെ എഴുതലല്ലോ. പാർട്ടി ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും പ്രത്യാഘാതങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ടല്ലേ എന്നോട് പിന്നെ ഒരു തീരുമാനം എടുക്കുള്ളൂ. അല്ലാതെ ശശീന്ദ്രൻ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അനുവദിച്ചു കളഞ്ഞിട്ട് ഒരു ഉത്തരവ് കൊടുക്കും. അങ്ങനെ ആരും ഒരു പാർട്ടിയും ചെയ്യില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടി മാത്രമല്ല. അപ്പോൾ എൻ്റെ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ആഗ്രഹം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ വരായ്മകളൊക്കെ ആലോചിച്ചായിരിക്കും പാർട്ടി തീരുമാനിക്കുക. അത് തീരുമാനിക്കാനും ചർച്ച ചെയ്യാനുള്ള ശേഷിയുള്ള നേതൃത്വമാണ് സംസ്ഥാനത്ത് NCPക്കുള്ളത്.
അപ്പോൾ എനിക്കതിൻ്റെ അകത്തൊന്നും അത് പക്ഷേ അത് ഒരു വാർത്തയാക്കി പാർട്ടിയിലെ പ്രതിസന്ധി എന്നൊരു ഘട്ടം വന്നപ്പോൾ ഞാനിപ്പോൾ പാർട്ടിയിലൊരു പ്രതിസന്ധി ഉണ്ടാക്കാനല്ലല്ലോ എൻ്റെ ഒരു ആഗ്രഹം പറയുന്നത് പാർട്ടി അല്ല ഇന്ന് താങ്കൾ പറഞ്ഞ പോലെ ആ ആഗ്രഹം നടപ്പിലാക്കേണ്ടി വരുമ്പം പാർട്ടിക്കകത്ത് പ്രതിസന്ധി ഉണ്ടാകും, മുന്നണിക്ക് പ്രയാസം ഉണ്ടാകും. ശശീന്ദ്രൻ്റെ ആ നിലപാട് അംഗീകരിക്കാൻ തൽക്കാലം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നേരത്തെ തുടരുന്നത് പോലെ തുടരണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭേദഗതിയോ ഒക്കെ അവർക്ക് നിർദ്ദേശിക്കാമല്ലോ. അങ്ങനെ ഒരു ഓപ്പൺ ഇതാണത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ കാണാൻ എത്തിയതും അറിയിച്ചിട്ട് തന്നെയാണോ അതോ സ്വന്തം നിലയിൽ? അല്ലല്ലോ, സംസ്ഥാന പ്രസിഡന്റിന് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രമുഖ നേതാവാണ്. ആ പ്രമുഖ നേതാവിന് ഇന്നത്തെ ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ എന്തായിരിക്കും ഒരു മുഖ്യമന്ത്രിയുടെയും മറ്റു നിലപാട് എന്ന് മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ ഒരു ആവശ്യമാണ്. അതറിയാനായിരിക്കാം അദ്ദേഹം വന്നത്. അല്ലാതെ അദ്ദേഹം അല്ല മുഖ്യമന്ത്രി അത് പ്രസിഡന്റ് ഇവിടെ എറണാകുളത്ത് തിരുവനന്തപുരത്ത് വരുന്നത് ആഴ്ചക്ക് ഒരു പ്രാവശ്യമെങ്കിലും വരുന്നുണ്ടല്ലോ പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിന്. അങ്ങനെ വന്നപ്പോൾ മുഖ്യമന്ത്രി ഒന്ന് കാണാമെന്ന് അദ്ദേഹം കരുതിയില്ല. അതിന് എൻ്റെ സമ്മതം അനുവാദമൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും മന്ത്രിസ്ഥാനം ഒഴിയാൻ ഇതുവരെ പാർട്ടിയിൽ ചർച്ച ചെയ്തെടുത്തിട്ടില്ല. ഒരു LDFിലും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. നിലപാട് വ്യക്തമാണ്. അദ്ദേഹം പാർലമെന്ററി രംഗം ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊരു പാർട്ടി രംഗത്തേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ് എന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ആ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആ ശ്രീജിത്ത്, ഇപ്പോൾ AK ശശീന്ദ്രൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ്. പാർലമെന്ററി പാർട്ടി രംഗത്ത് നിന്ന് തന്നെ ഒരു ഗ്രേസ്ഫുൾ എക്സിറ്റോടു കൂടി ഒഴിവാക്കണം, ഒരു ആദരവോടുകൂടിയുള്ള ഒരു വിടവാങ്ങലാണ് താൻ ആഗ്രഹിക്കുന്നത്. അത് മന്ത്രിസ്ഥാനം മാത്രമല്ല, ആ മന്ത്രിസ്ഥാനം എന്നുള്ളത് MLAയുടെ തുടർച്ചയാണ് എന്ന് പറഞ്ഞാൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തന്നെ ഒഴിവാക്കണം, സംഘടനാ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ മന്ത്രിസ്ഥാനം എന്നിൽ നിന്ന് എടുത്താൽ ഞാൻ MLA സ്ഥാനവും രാജിവെക്കും എന്ന് പറയലാണോ, അതല്ല സൗമ്യമായി പാർട്ടിയോട് ഞാൻ മന്ത്രിസ്ഥാനം ഒഴിയാം, എനിക്ക് സംഘടനാ ചുമതല തരണം എന്ന് പറയാനാണോ ആഗ്രഹിച്ചത് ശശീന്ദ്രൻ? എന്താണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അരുൺ, AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നതിനോടുള്ള ശക്തമായ കലാപം പാർട്ടിക്കകത്ത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്നാൽ അത് അരുൺ സൂചിപ്പിച്ച പോലെ സൗമ്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലാണ് ആ പ്രതിഷേധവും കലാപവും കൊണ്ടുപോകുന്നത് എന്നതാണ് ഒരു വ്യത്യസ്തമായ കാര്യം. എന്നാൽ AK ശശീന്ദ്രൻ MLA സ്ഥാനം കൂടി രാജിവെക്കുമെന്ന് പറയുമ്പോൾ അത് NCPയെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചതിൽ ശരത് പവാറിനോടും ഒപ്പം തന്നെ MLA എന്ന നിലയിൽ തോമസ് കെ തോമസിനോടും അവരെല്ലാം അദ്ദേഹത്തോട് നന്നായി പെരുമാറിയെന്ന് AK ശശീന്ദ്രൻ പറയുമ്പോഴും അദ്ദേഹം എന്തുകൊണ്ട് ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറുന്നതിന് MLA സ്ഥാനം കൂടി എന്നൊരു ഉപാധി വെക്കുന്നു, ഒരു ഭീഷണി മുഴക്കുന്നു എന്നതൊരു പ്രശ്നമായി NCPക്കകത്ത് മാറുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് 4 വർഷക്കാലത്തോളം മന്ത്രിയായിരുന്നു. പിന്നീട് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 3.5 വർഷക്കാലമായി മന്ത്രിയായിരുന്നു. ഇത്രയും കാലയളവ് മന്ത്രിയായിരുന്ന ഒരാൾ ഈ ഒരു മാറ്റവുമായി ഒരു മന്ത്രിസ്ഥാനത്തേക്കുള്ള മാറ്റം ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കണോ എന്ന ചോദ്യവും NCPയിൽ ഉയരുന്നുണ്ട്. കാരണം അദ്ദേഹത്തോളം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണന കിട്ടിയ ആളുകളുണ്ടായിട്ടില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോഴും പാർട്ടി ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തെ പിന്തുണച്ചു. ഈ ഘട്ടത്തിൽ മറ്റൊരാളെ 2 MLAമാരിൽ ഒരാളെ കൂടി പരിഗണിക്കണമെന്ന തീരുമാനം വരുമ്പോൾ എന്തിന് ഇത്തരമൊരു പ്രതിഷേധവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു എന്ന ചോദ്യമാണ് സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത്. ഈ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലോടുകൂടി NCPയുടെ ആഭ്യന്തര രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഇന്ന് മുംബൈക്ക് പോകാനിരുന്ന തോമസ് കെ തോമസ് MLA 7-ാം തീയതിയിലേക്ക് യാത്ര മാറ്റിയിട്ടുണ്ട്. അത് ശരത് പവാറിൻ്റെ അസൗകര്യം മൂലമാണ് യാത്ര മാറ്റിയതെന്നാണ് പറയുന്നെങ്കിലും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരികയാണ്. തോമസ് കെ തോമസ് ഇന്ന് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ചില ഈ MLAയുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങളുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കാണുമോ എന്ന കാര്യത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു. തോമസ് കെ തോമസ് അത് സ്ഥിരീകരിക്കുന്നില്ല. എന്തായാലും ഈ AK ശശീന്ദ്രനുള്ള അടക്കമുള്ള ആളുകളുമായി തോമസ് കെ തോമസ് കാണുമോ, അദ്ദേഹത്തെ നേരിട്ട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഇവിടെ അറിയേണ്ടതുണ്ട്. എന്തായാലും NCPയുടെ ആഭ്യന്തര രാഷ്ട്രീയം കലങ്ങി മറിയുന്നു. മന്ത്രിസ്ഥാനം വീതം വെപ്പ് ഒരു പ്രധാനപ്പെട്ട തർക്കവിഷയമായി മാറുന്നു. 2.5 വർഷക്കാലം വീതം മന്ത്രിസ്ഥാനം വീതം വെക്കണം എന്ന ഉപാധി പാർട്ടിക്കകത്തില്ല എന്നതാണ് ശശീന്ദ്രൻ ഉന്നയിക്കുന്ന വാദം. 2021 രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ 2 MLAമാരുള്ള പാർട്ടിയിൽ 2.5 വർഷം വീതം വയ്ക്കാൻ പ്രഫുൽ പട്ടേലിൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമുണ്ട് എന്നാണ് തോമസ് കെ തോമസിൻ്റെ അവകാശവാദം. ഈ 2 വാദങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ് പാർട്ടിക്കകത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തെ കലുഷിതമാക്കിയിരിക്കുന്നത്. ഓക്കെ, ശ്രീജിത്ത്.